ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കുഴപ്പമൊന്നുമില്ലായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിക്കുക. പിന്നെ നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇടുക കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങളെല്ലാവരും കൂടെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അപ്പോ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോ കുറച്ച് പേർക്കൊക്കെ അറിയാം, നമ്മളെ ലൈവിലും നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. രണ്ട് മൂന്ന് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ എന്താ പറയാ, നമുക്ക് ഒന്നും ഇതായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്, പിന്നെ അതുപോലെ പാട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഒന്നും ആയിട്ടില്ല. കാരണം ഇന്റർവ്യൂ ഒക്കെ എടുത്ത് അങ്ങനെ എല്ലാതും ഒക്കെ കഴിഞ്ഞ്, പക്ഷെ നമുക്കൊരു ഇതും ആയിട്ടില്ല. അപ്പോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടി തരാട്ടോ. മക്കാപുരി ആകെ ആഘോഷരാവ്, മഹിമാ ഖുറൈശി കല്യാണരാവ്. മക്കാപുരിയാകെ ആഘോഷരാവ്, മഹിമാ ഖുറൈശി കല്യാണരാവ്. മെഹബൂബ് നൂറുൽ അമീനോരേരാവ്, മെഹബൂബ് നൂറുൽ അമീനോരേരാവ്. മുഹബത്തിൻ ബീവി ത്വാഹിറ വിളങ്ങും രാവ്, മക്കാപുരിയാകെ ആഘോഷരാവ്, മഹിമാ ഖുറൈശി കല്യാണരാവ്. ഉണ്ടനു മുഷ്കതിൽ ബാരക്കിൽ ബന്ദിട് ഹൂറുനിസാവരാം, പരിശാനതും വടിവാൾ പുകമാം വിളം വിടലാൾ. അവനന്തരമേലുള്ള ചന്ദ്രനും കതിരോനിലും തെളിവാ. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാല് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെയായിട്ട് എനിക്കൊരു വേദിയിലും അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരു വേദി കിട്ടിയെച്ചാല് നമ്മളെ വി ക്രിയേറ്റേഴ്സ് ഫാമിലി പറഞ്ഞൊരു യൂട്യൂബ് ചാനലും യൂട്യൂബിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് സുറിമിത്ത, സജ്നത്ത് അവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്നെ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പാടിയപ്പോ ബെസ്റ്റ് സിംഗർ ഓഫ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോ ആ ഒരു വേദി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറെ എവിടെയും കിട്ടിയിട്ടില്ല. പിന്നെ പാട്ട് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ പറയാ, ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ ഇന്നലെ നമുക്കൊരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് എന്താ പറയാ, ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരുപാട് ആളുകള് ആ ചാനലില് ഒരു നെഗറ്റീവായിട്ട് കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ആളുകളൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. ഇപ്പോ ഞാനും ഹസ്ബൻഡും ഒരു ലവ് മാരേജ് ഒക്കെ ആയിരുന്നു. അപ്പോ എന്താ പറയാ, ഹസ്ബൻഡ് വേറെ കാസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മളതിലോട്ട് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ കല്യാണം കഴിച്ചത്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതെല്ലാരും മാറ്റുക. ബാഡ് കമന്റ് ഇടുന്നവരാണ് കേട്ടോ പറയുന്നത്. അപ്പോ എന്റെ വീട്ടുകാർക്കും ഇക്കാന്റെ വീട്ടുകാർക്കും ഒരു കുഴപ്പമൊന്നുമില്ല. രണ്ട് ഫാമിലി നല്ല ഹാപ്പിയിലാണ് പോകുന്നത്. പക്ഷെ ചെറിയൊരു വിഷമം എന്താ വെച്ചാല്, നമുക്ക് വീടില്ല. പിന്നെ എന്റെ വീട്ടുകാർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, ഇക്കാന്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെയാണ്. അപ്പോ രണ്ടുപേരും സാധാരണ ഒരു പാവപ്പെട്ട ഫാമിലി ആണ്. അപ്പൊ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാനും ഇക്കയും നമ്മളെ പാരന്റ്സിനൊന്നും വിഷമിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആളുകൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അപ്പോ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം, വീടാണ്. വീട് നമ്മളെ കൊണ്ട് ഒറ്റക്ക് കഴിയൂല. ഇക്കാക്കിപ്പോ ഹൈപ്പർ മാർക്കറ്റില് സ്റ്റോറിലാണ് വർക്ക്, സെയിൽസിലാണ്. അപ്പോ തുച്ഛമായ ശമ്പളം മാത്രമേ കിട്ടണുള്ളൂ, 15,000 റുപ്യ കിട്ടുന്നത്. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ കാണുമ്പോൾ ആർക്കും അങ്ങനെ മനസ്സിലാവൂല, തോന്നൂല. ഒരുപാട് ആളുകൾ എന്നോട് നേരിട്ട്, എന്റെ ഫ്രണ്ട്സ് ആവട്ടെ, യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറെ താത്തമാര്
ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവര് വരെ എന്റെ അവസ്ഥ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ചെറിയ സൂചനയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിന്നെ നേരിട്ട് കണ്ട സമയത്ത് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല്, എന്നെ കണ്ടാല് ഇത്രയും ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കണ കുട്ടിയാണെന്ന് തോന്നൂല എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളെ കണ്ടാൽ അങ്ങനെ തോന്നൂല, പക്ഷെ നമ്മളെ ബുദ്ധിമുട്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വാടക വീട്ടിലാണ്, അറിയാലോ, വാടക വീട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇക്കാക്ക് ഈ വെരിക്കോസിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതും വെച്ചിട്ടാണ് ഇക്ക ജോലിക്ക് പോകുന്നത്. പറഞ്ഞ പോലെ തന്നെ 15,000 സാലറി കിട്ടുന്നത്, അതില് വാടക, ലോണ്, ഫോണിന്റെ അടവ്, കറണ്ട് ബില്ല്, ഗ്യാസ്, ഇതൊക്കെ പാടാവുമ്പോ മാറ്റി വെക്കാൻ ഒന്നുമില്ല, ഒന്നും മാറ്റി വെക്കാനില്ല. പിന്നെ അൽഹംദുലില്ലാഹ് എനിക്ക് 2 പൊന്നു മക്കളുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. മോന് ഇവിടെ പൊന്നാനി പള്ളിയിലാണ്, മോളിപ്പോ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോ എന്താ പറയാ, അങ്ങനെ ഓരോ ദിവസം അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മളെ നല്ല സമയങ്ങളൊക്കെ അങ്ങനെ 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 പോകുന്നു. പിന്നെ എന്താ എന്താ പറയാ, ഞാനിങ്ങനെ പാട്ട് പാടണോന്നും അങ്ങനെ ആർക്കും വലുതായിട്ട് അറിയൂല. അപ്പോ ആരെങ്കിലും എന്തെങ്കിലും കല്യാണ വർക്കോ അങ്ങനെ എന്തെങ്കിലും പാട്ട് പാടണ അങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്യുക. ഹസ്ബൻഡിന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാവും. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമാവും. കാരണം അറിയാലോ, ഞാൻ ഇക്കാന്റെ നമ്പർ ഇവിടെ കൊടുക്കാട്ടോ. ആർക്കെങ്കിലും ഇനി കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്കാന്റെ നമ്പർ ഞാൻ കൊടുക്കാം. പിന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, ഒരുപാട് സന്തോഷമാവും. നല്ല മനസ്സോടുകൂടെ, മനസ്സിൽ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാതെ നല്ല മനസ്സോടു കൂടെ സഹായിക്കാനുള്ള മനസ്സുള്ള ആളുകളാണെങ്കിൽ നമ്മളെ സഹായിക്കുക. ഇപ്പൊ വീടിന്റെ കാര്യത്തിലാണെങ്കിലും. പിന്നെ അതുപോലെ എനിക്ക് പാട്ട് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോ ജോലി ഒന്നുമില്ല. അപ്പോ ഞങ്ങള് പാട്ട് പാടുന്ന മാഷ് ഓരോ നമ്പറൊക്കെ ഞങ്ങള് വിളിച്ചു ചോദിച്ചു. അപ്പൊ ഓര് പറഞ്ഞ മാസം ഫീസ് ഉണ്ടാവും. അപ്പോ ഇക്കാനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നാണ് എന്റെ ഇപ്പൊ ഒരു അഭിപ്രായം. കാരണം എല്ലാതും പാടൊക്കെ ഇപ്പൊ നോക്കണത്. അപ്പൊ അതും കൂടെ ആകുമ്പോ ഇക്കാക്ക് എല്ലാവരും ഇടങ്ങാറാവും. അപ്പൊ എനിക്ക് ജോലിയില്ല. അപ്പൊ ആരെങ്കിലും പാട്ട് പഠിക്കാന് ഹെൽപ്പ് ആക്കുകയാണെങ്കിലും ഒരുപാട് ഉപകാരമാവും. പിന്നെ മലപ്പുറത്താണ്, മലപ്പുറം കുന്നുമ്മലാണ് പാട്ട് പഠിപ്പിക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ പോവാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് മാത്രാണ്. പിന്നെ പിന്നെ അതേപോലെ ഒരുപാട് പേരിന്റെ ലൈവിൽ വരുന്ന ആളുകളും ഓരോക്കെ തെറ്റിദ്ധാരണ കേട്ടോ, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്താ വെച്ചാല് ഇപ്പൊ ലൈവില് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട്, കൈമലുള്ള വാള ഗോൾഡ് ആണോ, ബ്രേസ്ലെറ്റ് ഗോൾഡ് ആണോ? അതൊന്നും ഗോൾഡ് അല്ല കേട്ടോ, ഇതൊക്കെ മറ്റേ റോൾ ഗോൾഡ് ആണ് കേട്ടോ, സ്വർണ്ണൊന്നുമല്ല, സ്വർണ്ണൊന്നുമില്ല. പിന്നെ എന്റെ കാൽമേലുള്ള പാൾസർ നമ്മളെ സലൂ കിച്ചൻ വളവൂരല്ലേ, അതൊക്കെ ഓര് തന്നാട്ടോ, ഒരു വാങ്ങിച്ചെന്നാണ്. ഫാൻസി പാൾസറാട്ടോ, അല്ലാണ്ട് സ്വർണ്ണൊന്നുമില്ല. അപ്പോ അതിങ്ങനെ ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കട്ടോ, കാരണം ലൈവിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇന്റെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, സ്വർണ്ണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തു, അതെന്തേലൊക്കെ ചെയ്തു എന്നൊക്കെ പറയലുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു പാട്ട് പാടിത്തരട്ടെ. എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിയാ തരാം. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പാട്ട് പാടിത്തരാട്ടോ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട്, മധുരിക്കും ഒരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ, കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൻ വഴിയാതൊന്ന്, വെള്ളാരം കല്ലാമനമല്ലേ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട്,
മധുരിക്കും ഒരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. മാറത്തു ചേർത്തു കിടത്തി മധുരം പകർന്നില്ലേ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നും ഒരു കുളിരല്ലേ. അത്ര അറിയുള്ളൂ കേട്ടോ. ഞാൻ നോക്കിയിട്ടാ പാടുന്നത്. ഞാൻ ഈ ഡയറിയിൽ ഒരുപാട് പാട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ഡയറിയിൽ ഇങ്ങനെ ഇതുപോലെ എഴുതി വെക്കൂട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി പാടിയതാണ്. അങ്ങനെ പാടണം തോന്നി, അപ്പൊ അങ്ങനെ പാടിയിട്ടോ. അപ്പോ ഇത് ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ ഉമ്മമാർക്കും, പ്രത്യേകിച്ച് ഇന്ന് മദേഴ്സ് ഡേ ആണ്, അപ്പോ എല്ലാ ഉമ്മമാർക്കും വേണ്ടിയിട്ടാട്ടോ ഈ ഒരു പാട്ട് പാടിയത്. ഓക്കെ, അപ്പോ എല്ലാരും പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തുക, നമുക്കൊരു വീടൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ ആരെങ്കിലും നല്ല മനസ്സുള്ള ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇപ്പൊ 3 ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവരൊക്കെ വീഡിയോസ് എടുത്തിട്ട് പോയി. പക്ഷെ നമ്മളാരും അങ്ങനെ ഇതുവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കോണ്ടാക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തോടു കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരു സങ്കടം അതാണ്, നമ്മളെ ഓരോ വിലപ്പെട്ട സമയവും നഷ്ടപ്പെട്ടുകൊണ്ട് പോവാണ്. ഓരോ സമയം അങ്ങനെ ഓരോ ദിവസവും നേരം വെളുക്കുന്നു, രാത്രിയാവണു, ഇതന്നെ റിപ്പീറ്റ് ആണ്. അപ്പൊ ഒന്നും നേടാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു വിഷമം നല്ലോണം ഉണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നല്ല നല്ല വേദികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോ അതൊക്കെ ഒരു ഹെൽപ്പ് ആവും നമുക്ക്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ, ഒരിക്കലും മറക്കരുത്. എല്ലാരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും ടാറ്റ ബൈ ബൈ.